അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണ നമ്മൾ പുതിയൊരു ഹൊറർ മോഡിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാനേക്ക് മുമ്പ് എല്ലാവരും ഇപ്പം തന്നെ സബ് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങളിപ്പോൾ 46 സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പുഷ് ചെയ്ത് പിടിച്ചാൽ നമുക്കൊരു 50 അടിക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഹൊറർ മോഡ് എന്ന് പറഞ്ഞാൽ ചൂച്ചറ അങ്ങനെ തന്നെയാണ് പറയുന്ന ഒരു മോഡാണ്, വായിക്കൊള്ളാത്ത പേരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആ ഹൊറർ മോഡാണ് കളിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുത്തേക്കാം അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹൊറർ മോഡ് അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞുകൂടെ. അതായത് നോക്കർ എന്ന് പറഞ്ഞ ഹൊറർ മോഡ് എന്ന് പറഞ്ഞ ഒരു ഹൊറർ മോഡുണ്ട്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യും ഞാൻ. അതുപോലെ അതിനേക്കാൾ സ്കാരിയസ്റ്റാണ്, പക്ഷേ അതിൻ്റെ രൂപം പോലെ കണ്ടാണ് ഇരിക്കണത്. ഇതെനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ്. പക്ഷേ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എന്താണ്ടൊക്കെ ഞാൻ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നല്ല ഉറങ്ങാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. അതായത് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം സ്കാരി ആണെന്നാണ് പറഞ്ഞാൽ. നോക്കറിനേക്കാളും സ്കാരി ആണെന്നാണ് പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഫസ്റ്റ് ടൈമാണ് കളിക്കാൻ പോണ. ഗൈസ്, ഇന്നലത്തെ ഇതിനൊന്നും അധികം വ്യൂസ് ഒന്നും കിട്ടിയില്ല ഗൈസ്. നിങ്ങൾ വ്യൂസ് കാണുക ഗൈസ്, മാക്സിമം വീഡിയോസ്. പിന്നെ ഇപ്പം തന്നെ ലൈക്കൊക്കെ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, സൺഡേ നമുക്ക് റൂയിൻ പോർട്ടൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. റൂയിൻ്റെ പോർട്ടൽ, മറ്റേ പൊട്ടിക്കിടക്കണ പോർട്ടലില്ലേ, അവിടെ. ഓക്കെ ഗൈസ്, ഒരു സാധനമുണ്ട് ഗൈസ് ഇവിടെ. നമ്മളല്ലെങ്കിൽ ചാവും. ഇവിടെ മറ്റേ മാഗ്മ ബ്ലോക്ക് ഉണ്ട് ഗൈസ്. ഒക്കെ നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ലാത്ത ലൂട്ട് കിട്ടിയിട്ടുണ്ട്, പൊട്ടിച്ചെടുക്കുക. ലാവേലി വീഴല്ലേ, ലാവേലി ഉള്ള പണി കിട്ടും. ഓക്കെ, ഫാന്റാസ്റ്റിക്കിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എങ്കിലും പിന്നെ അയണിൻ്റെ നെഗറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അയൺ ആർമറാകാൻ ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. ഇത്രയും മതിയോ ഗൈസ് അയൺ ആർമറാകാൻ? നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു സ്പോണായത്. അതുകൊണ്ട് രാത്രി ആകുമ്പോഴേ അവൻ വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുവരെ നമുക്ക് സ്റ്റോൺ ടൂൾസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്കൊന്ന് ടൂൾ സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, നാളെ എല്ലാ സ്റ്റുഡൻസിനും സ്കൂൾ തുറക്കും. അപ്പോൾ നാളെ തൊട്ട് വീഡിയോ ഇടുകയാണെന്നല്ല, വീഡിയോ നമ്മൾ പഴയ പവറിൽ ഇടും ഗൈസ്. ഓക്കെ, വെക്കേഷനി ഇച്ചിരി തിരക്കായി പോയോ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇച്ചിരി നേരെ ഉണ്ടാവുള്ളൂ. നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് ലോങ് വീഡിയോ ഇടാൻ നോക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഒരു ലോങ് വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വല്ല എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ പിന്നെ കുറേ സമയം എടുക്കും ഗൈസ്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യണ നൈറ്റാണ്, എല്ലാ ദിവസവും റെക്കോർഡ് ചെയ്യണം. പിന്നെ എനിക്ക് പിറ്റേ ദിവസം ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് താമസിക്കും എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ. നാളെ ഞാൻ യൂട്യൂബിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇടുകയുള്ളൂ. നൈറ്റ് ആകാൻ പോകണമെന്നൊക്കെയാണ് തോന്നണത്. നൈറ്റായ ഫോറസ്റ്റ് ഏരിയയിൽ നിൽക്കാൻ പറ്റിയല്ല ഗൈസ്. കാരണം ഫോറസ്റ്റ് ഏരിയയിൽ ഇച്ചിരി സീനാകും നമ്മളിവിടെ നിന്നാൽ. ഫോറസ്റ്റ് ഏരിയയിലായിരിക്കും കൂടുതൽ സ്പോൺ ആക്കണം ഹൊറർ മോഡ്. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് ഡ്വെല്ലർ മോഡ് എനിക്ക് ഇഷ്ടമാണ് ഗൈസ്. ഡ്വെല്ലർ മോഡ് നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് ഡ്വെല്ലർ മോഡ് ഇടാം കേട്ടോ. ഒരു വീഡിയോ ഞാൻ ഇടാം ഡ്വെല്ലർ മോഡിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി.
അപ്പം അത് ഞാൻ ചെയ്യാം ഗൈസ്. ഡോലർ മോൺസ് ഞാൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട ഡോലർ മോഡാണ് കാണ്ടബ്രത്ത് ഡോലർ, അങ്ങനെയാണ് പറയണത്. എനിക്കറിഞ്ഞുകൂടെ കറക്റ്റ്. പക്ഷേ ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും എനിക്കറിഞ്ഞുകൂടാ. അതായത് എങ്ങനെ വരണം എന്ന് അറിഞ്ഞുകൂടാ. നോക്കർ എന്ന് പറയുമ്പോൾ നോക്കറിൻ്റെ സ്വഭാവം അനുസരിച്ച് നോക്കർ വരുന്നത് വീട് വെക്കുമ്പോഴാണ് നമ്മൾ. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് വീട് വെക്കണോ ഗൈസ്? വീട് വെക്കാതെ വരികയാണെങ്കിൽ അത്രയും നല്ലതാണ് ഗൈസ്. നമുക്കൊന്ന് വീട് വെച്ച് നോക്കാമെങ്കിൽ. ഓക്കെ, നമുക്കൊരു തട്ടിക്കൂട്ട് വീട് സെറ്റാക്കാം. ഓക്കെ, നമുക്കിവിടെ സെറ്റാക്കണ്ട, കാട് ഏരിയ സെറ്റാക്കുമ്പോൾ പിന്നെ പണിയാവും ഗൈസ്. ഇച്ചിരി അങ്ങോട്ട് പോവാം. ഇവിടെ ഫുള്ള് കാട് ഏരിയയാണ് ഗൈസ്. നമുക്കത് അവിടെ എങ്ങാനും സെറ്റ് ചെയ്യാം, കുന്നിൻ്റെ മുകളിലെങ്ങാനും. വേറെ ഗൈസ് നോക്കറാണ്. എനിക്ക് സൗണ്ടൊക്കെ കേൾക്കാനുണ്ട്. വന്നാൽ ഞാൻ ഓടും ഗൈസ്. ഓക്കെ, ഓടിക്കോ, ഒന്നും നോക്കണ്ട. അയ്യോ, ഭയങ്കര സീനാണെന്ന് തോന്നുന്നു. ചണ്ട, ഒരാളിവിടെ ഒരാളിവിടെ. മുകളിലോട്ടോടാം. വേറെ ഒന്നും പറയാനില്ല, ഞാൻ ഓടി തള്ളിയാണ് കേസ്. ഇല്ലുമിനാറ്റി രണ്ടുപേരും കൂടെ. എൻ്റെ പൊന്നെ, അടുത്ത് പോയാൽ വല്ലതും ഉണ്ടാവുക കേസ്. ബ്ലൈൻഡ്നസ് കിട്ടി. അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് കേസ്. നല്ലത് സൗണ്ട് എഫക്റ്റ് ഒന്നും ഇല്ല ഇവന്. എനിക്ക് നേരത്തെ സൗണ്ട് അടിച്ചായിരുന്നു, ഇപ്പം ഇല്ല സൗണ്ട് എഫക്റ്റ്. ഓ ഗൈസ്, ഇവ സ്റ്റോക്കറാണ് ഗൈസ്. എൻ്റെ പൊന്നെ, രണ്ടെണ്ണത്തിനെ കണ്ടു ഗൈസ് നമ്മള്. ഞാനോർത്ത് അവനായിരിക്കും ഗൈസ്. രാത്രി ഞാൻ പോണ ഗൈസ്. ഇനിയായിരിക്കും ഹൊറമോളിൻ്റെ സീൻ തുടങ്ങാൻ പോണത്. ഗൈസ് ഇവിടെ നിൽക്കണം, ഇവിടെയാണ് അവൻ കൂടുതൽ സ്പോണാണത്. ഓക്കെ ഗൈസ്, ഞാൻ ഒരു ബ്ലോക്ക് ഇട്ടിച്ചിട്ട് പൊങ്ങി നിൽക്കട്ടെ ഗൈസ്. ഇച്ചിരി സീനാണ്. എന്തൊക്കെയോ സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ബ്ലോക്കിട്ട് പൊങ്ങി നിൽക്കാൻ പോണേ. എനിക്കല്ലാതെ വേറൊരു വഴിയില്ല. ഓക്കെ, നമുക്കിവിടെ ഇരിക്കാം. ഇതാണ് സേഫ്. നമുക്ക് അവനെ കണ്ടില്ലെങ്കിൽ നമുക്ക് പുറത്തോട്ടിറങ്ങാൻ. സോംബിയൊക്കെ സ്പോണായി. ഇതെന്തുവാ, അത് പൊട്ടിച്ച ബ്ലോക്കായി. സ്കെൽട്ടൺ ഉണ്ട് കേസ്. അതാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ മോളിൽ കയറിയിരുന്നപ്പോൾ സ്കെൽട്ടൺ വാഴേനെ തള്ളി താഴ്ത്തിട്ട് കേസ്. അതിൽ അമ്പ് വെച്ചടിച്ച്. ഇതാണ് സൗണ്ട് കേൾക്കുന്നത്. ആർക്കാടെ കപക്കെട്ട്. ഒരുത്തൻ താഴത്ത് ഇപ്പോൾ അവനാണ്. എന്താണ് സ്ലാഗടിക്കുന്നത്? വിച്ചോ ആ മോനെ. താഴത്ത്
അങ്ങോട്ട് പോവാ വാഴേ എന്താടാ നിനക്ക് നിൻ്റെ സുഖാടാ. ഞാൻ ഇവിടെ നിൽക്കാനല്ലേ എൻ്റെ സഹോദരന്മാരെ വിളിച്ചോണ്ട് വരും കേസ് ഇവൻ. ഞാൻ ഇവിടെ നിന്ന് പോകണം. അവനെ കണ്ടാൽ നമുക്ക് ഓടിത്തള്ളാം. ഓക്കെ ഗേസ്, ഓക്കെ നമ്മൾ ഹൊറർ മോഡിനെ കണ്ടിട്ടുണ്ട് ഗേസ്. ബട്ട് ഇപ്പോൾ കാണില്ല. എനിക്കൊന്നും രാവിലെ എന്ന് തോന്നണം കാരണം ഇവനാണെങ്കിൽ സ്റ്റോക്കർ കാണ്ടപുരത്തല്ല. നോക്കറിനേക്കാളും സീനാണെന്നാണ് തോന്നണത് എനിക്ക്. ഇവിടെ നിങ്ങോട്ട് പോയേക്കാം. പോടാ വാഴി അതെന്നെ അടിച്ചു കൊല്ലണോ. പോടാ അവന് വെള്ളത്തിലോട്ട് തള്ളി വിട്ടിട്ടുണ്ട്. സ്പൈഡറിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നു. ഇത് എല്ലാം പുറകെ വരികയാണ്. ബക്കറ്റ് ഉണ്ടാക്കിയാലോ ഗൈസ് നമുക്ക്. ബക്കറ്റ് ഉണ്ടാക്കിയ ലാവ പോലെ അവന്മാരുടെ തലയിൽ വയ്ക്കായിരുന്നു. ഓല്ലേ ആർമറിട്ട സോംബി. നിങ്ങൾക്ക് കേട്ടോ സൗണ്ട് ഗൈസ്? ഗൈസ് ഇവിടെ എന്താണ്ടുണ്ട്. സ്കെൽട്ടണാണ് കള്ളവായ. സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കുന്നോടാ. സ്കെൽട്ടന് സോംബി. ഞാൻ ഇപ്പോൾ ഒരു സൗണ്ട് കേട്ട്. നിങ്ങൾ കേട്ടോന്ന് അറിഞ്ഞുകൂടാ. എന്തോ ഒരു സൗണ്ട് കേട്ട് കേസ്. ഞാൻ സൗണ്ട് എഫക്റ്റ് ഉണ്ട് കേട്ടാ. നേരത്തെ എനിക്ക് അടിച്ചില്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് സൗണ്ട് എഫക്റ്റ് പറഞ്ഞാൽ വന്നു കേസ്. ഞാനിവിടെ നിൽക്കട്ടെ കേസ്. ഇത്ര വെളിച്ചമെങ്കിലും ഉണ്ട് ഇവിടെ. സോംബി വാഴ എവിടെ നിൽക്കാൻ സമ്മതിക്കാം. വാ കൊണ്ടൊന്ന് പോയേക്കാം. സ്റ്റോക്കർ എന്നൊക്കെയാണ് അവനെ പറയണത്. സ്കെൽട്ടൺ ഇപ്പോൾ എന്നാ സ്കെൽട്ടണായിരിക്കും കേസ് എന്നെ കൊന്നേക്കണത്. സ്കെൽട്ടൺ രാത്രിയാകുമ്പോൾ എല്ലാം ഇറങ്ങും കേസ്. രാത്രി അവനെ കാണുവാന്ന് നോക്കാം. കാട്ടിൽ കൂടി പോവാൻ കേസ്, അല്ലെങ്കിൽ ശരിയായേനെ. നമ്മളവനെ കണ്ടിട്ടേ പോവുള്ളൂ. കണ്ടല്ലോ എൻ്റെ അടിച്ച് തലക്ക് കയറ്റി തന്നാ. അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് ഗൺ മോഡ് ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. മാക്സിമം ആഡ് ചെയ്യാൻ ഞാൻ കുറേ നോക്കി, പക്ഷെ പറ്റണില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഹൊറമോണിനെ കൊന്നിരിക്കും കേസ്. ഞാൻ പറയണം തന്നെ കേസ്. ഇവിടെ ലൈറ്റ് കേവിലിറങ്ങാൻ നിറച്ചുണ്ടാവും കേസ്. ഒന്നാമത് ഇവിടെ തന്നെ കുറേ മോബ്സ് ഉണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് കേവിലും കൂടി ഇറങ്ങിയാൽ പിന്നെ എൻ്റെ കാര്യം തീർന്നു. സ്പൈഡർ, സ്കെൽട്ടൺ എല്ലാം ഉണ്ട്. പെട്ടെന്ന് തന്നെ രാവിലെ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം രാവിലെ കുറേ നേരം കഴിഞ്ഞാൽ രാവിലെ എൻ്റെ അമ്പ് കേസ്. നമ്മൾ ഇതുവരെ കണ്ടില്ല. നൈറ്റ് അവനെ കണ്ടിട്ടില്ല. ഞാൻ കാണാതെ പോണ മോബ്സിനെയൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. ഓയ് ഇവിടെയാണ് ഈ സൗണ്ടൊക്കെ കേൾക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ സ്പോണിലായിരുന്നു വന്നത്. നമ്മൾ സ്പോണില്ലല്ലേ ഫസ്റ്റ് അവനെ കണ്ടത്? സ്പോണിലാണെന്ന് തോന്നണം. 3D ആരോ
എനിക്കാണ് ഇനി ഞാനോർത്ത് ഫസ്റ്റേ വേറെ വലിയ ഹൊറമ കൂടാണ്. അതിൻ്റെ അടുത്ത് സ്കെൽട്ടൻ പാഴ നിൽപ്പുണ്ടല്ലോ. അയ്യോ കണ്ണ് കാണാൻ മേലെ ഞാൻ എങ്ങോട്ടൊക്കാണ്ട് പോയി. സ്പൈഡർ കൊന്നേ. ഞാൻ മറ്റേവനെ കണ്ടായിരുന്നു. സ്പൈഡർ കൊന്നു. ബൈ നിങ്ങൾ കണ്ടില്ലേ ഗൈസ് അവനെ? നിൽക്കണം ഗൈസ്, അവിടെ തന്നെ ഇപ്പോൾ ഉണ്ടാവും. ഒക്കെ പട്ടി അയ്യോ സൗണ്ട് കേൾക്കണോണ്ടാ കുടവാഴ. ഒന്നും കാണാൻ പറ്റണില്ല. അവനാണെങ്കിൽ ഫുള്ള് ബ്ലാക്കാക്കി തരികയാണ്. അവിടെ പോടാ വാഴ. ഞാൻ ഒന്ന് രാവിലെ കേട്ടോ. അയ്യോ അവിടെ പട്ട് സ്കെൽട്ടൻ വാഴ. കത്തിപ്പോടാ നീയൊക്കെ, കത്തിപ്പോടാ. ഒരു എൻഡർമാന് അച്ചൂച്ചറേ മാക്സിമം അടിക്കാൻ നോക്കി. സെവനെ കൊല്ലണുണ്ട് മാക്സിമം. നമുക്ക് ചാടി അടിക്കാൻ പറ്റുമോ നോക്കാം. പോടാ നല്ല ഡാമേജ് അതിനോണ്ട് കേസ് എനിക്ക്. അതീ സ്കെൽട്ടൻ പോലെയാണോ? അല്ല എന്നെ കൊന്ന് ഞാൻ എങ്ങനെ കൊല്ലാൻ നോക്കും കേസ് മാക്സിമം. എനിക്ക് എവിടെ നിന്നാണ് അവനെ കൊല്ലും കേസ് ഞാൻ ഇന്ന്. വെയിറ്റ് 3 ബക്കറ്റ് ഉണ്ടാക്കട്ടെ. ഒരയണും കൂടി വേണം കേസ്. ഒരയണും കൂടി വേണം. നല്ല ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ലാവ കോരി അവൻ്റെ തലയെ കൂടി ഒഴിക്കായിരുന്നു. കേസ് അവൻ അവിടെ തന്നെ ഉണ്ടാന്ന് നോക്കട്ടെ. അവിടെ തന്നെയുണ്ട് കേസ്. വാഴ പൊട്ടിയ സ്പീക്കേഴ്സ് പൊട്ടി. കത്തിച്ച് കൊടുത്ത്. കത്തറ വാഴേ നീ കത്തി തിരിയടാ. നീ തീർന്നാ കത്തട. നീ കത്തട വാഴ നിനക്കും കത്തണം. ഇങ്ങോട്ട് ചാവടാ പട്ടി. എനിക്ക്
വാടാ സൗണ്ട് എഫക്റ്റ് ആന്ന് പേടിപ്പിക്കാതെ വാടാന്ന് കത്തണ നീ കത്തട വാഴ കത്ത് നീ കത്തിട്ട് വാ എന്നെ അടിക്കണാടാ വഴി വടാ കത്തിപ്പിടിയടാ കത്തിപ്പിടിക്കാത്ത തന്നെ കത്തടാ എനിക്ക് ബ്ലൈൻഡ്നെസ് ആണെന്നാലും കുഴപ്പമില്ല ചിന്ന് ഞാൻ ഇവരെ കൊന്നിരിക്കുമെന്ന് എൻ്റെ വാക്കാണ് യെസ് ഓക്കെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നണം യെസ് ബ്ലൈൻഡ്നെസ് അറിയണ്ട ചാവട വാഴ രാത്രി ആയാലും ഞാൻ രാവിലെ ആക്കും ഗൈസ് കാരണം ഇവനെ കൊല്ലാൻ എനിക്കവനെ കൊല്ലണം ഗൈസ് ഇവനെ വെറുതെ വിട്ടാൽ പറ്റിയതാ പ്ലിൻഡർ സ്റ്റീലാണ് ഗൈസ് എന്നവനെ കത്തിച്ച് കൊല്ലും കൊടുക്കത്തെ ഹെൽത്താണ് ഗൈസ് ഇവന് ഡാമേജ് അടിയണം അങ്ങോട്ട് ഗൈസ് എന്താണ്ടൊക്കെ പറ്റുന്നുണ്ട് ഗൈസ് ഡാമേജ് അടി വാഴ വീണ്ടും വേണം കത്തട ഇവൻ ഡീസ്പോണായി പോകണ അതാ അവിടെ ഒരുത്തനുണ്ട് ഇവിടെ ഒരുത്തനുണ്ട് കുറേ വാഴകളുണ്ട് ഞാൻ ഇവനെ കത്തിച്ച് കൊല്ലുങ്ക ഒരെണ്ണത്തിനെങ്കിലും കൊല്ലാതെ ഞാൻ ഇവിടുന്ന് പോയല്ല പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ് പറ്റുമെങ്കിൽ ഇവന് ഒടുക്കത്തെ ഹെൽത്താണെങ്കിൽ നമുക്ക് കൊല്ലാൻ പറ്റിയല്ല കാരണം ഇന്നൊന്നും തീരെയല്ല ഇത് അതാ കുഴപ്പം ഒടുക്കത്തെ ഹെൽത്താണെന്ന് തോന്നണേ ഗൈസ് എന്നിട്ട് തലക്കിട്ടാണ് അടി കൊള്ളണം എന്താണ് വാഴ എൻ്റെ കത്തട വാഴ ഇടയ്ക്ക് ഇരുണ്ട് വന്നുണ്ട് ഗൈസ് കത്താത്തന്നാണ് അയ്യോ ഇതിപ്പോ കത്തിപ്പോ എന്നാലും കള്ളവാഴ കത്തിയരാ ഡയറക്റ്റൊക്കെ പോയി ഗൈസ് അയ്യോ ബാക്കായി പോയി ഇപ്പം ഞാൻ തിരിച്ചു വന്നു ഗൈസ് എൻ്റെയൊക്കെ ഇവൻ കത്താത്ത ഓഫ് എൻ്റെ തടിയാണ് ഗൈസ് എപ്പോഴും കത്തിപ്പോണത് കള്ള വര കാരണം ഓഗസ്റ്റ് അത്രയുള്ളൂ കേസ് ആദ്യമായിട്ട് ഒരു ഹൊറമോണിനെ കൊല്ലണം പശുവാഴേ ഈ കാരണമാണ് കൊന്നത് താങ്ക് യു കേസ് എന്നും ഭയങ്കര സന്തോഷമുണ്ട് കേസ് കാരണം ഒരു ഹൊറമോബിനെ ആദ്യമായിട്ടാണ് കേസ് കൊല്ലണം എങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ കൊന്ന അത്രയുള്ളൂ കേസ് ഓക്കെ കൈവച്ചടിച്ച് ലാഭമൊന്നും കിട്ടിയില്ല കേസ് കാരണം അയാളില്ലായിരുന്നു മൈൻ ചെയ്യണ്ടേന്ന് ഓർത്താ ഞാൻ ചെയ്യാൻ പോടാ ഈ എന്തിനാ പോടാ ഞാൻ പോണു കേസ് ഇവിടുന്ന് ഞാൻ ബ്ലാങ്ക് ആവാൻ വയ്യ ഞാൻ ഒരു പ്രാവശ്യം കൊന്നിട്ടുണ്ട് കേസ് അത്രയും മതി ഓക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോയേക്കാം ഇനി എത്ര ടൈമുണ്ട് ഇപ്പം തീരും കണ്ണും കാണാൻ നേരം ഓക്കെ ഔട്ട്രോ പറയാം കേസ് അതായിരിക്കും നല്ലത് ഞാൻ കേവിൻ്റെ അകത്തൊക്കെ ഇറങ്ങിപ്പോകും ഇപ്പം ചാവാൻ മിക്കവാറും ഓക്കെ
ബ്ലൈൻഡ്നെസ് പോയിട്ടുണ്ട്. നമുക്ക് ഔട്ടർ പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന് കൊല്ലും കേസ് എല്ലാം പോയാലും. മോളിൽ നിന്ന് ഔട്ടർ പറയാം, നമുക്ക് ഔട്ടർ എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഒരുപാട് സന്തോഷം കിട്ടി, കാരണം ഫസ്റ്റ് ടൈം ഒരു ഹൊറർ നമ്മൾ കൊന്നിരിക്കുകയാണ്. അതും നോക്കറിനേക്കാൾ സ്കാരിയാണ് ഗൈസ്, കാരണം സൗണ്ട് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ട് ഗൈസ്. എനിക്കൊന്നും കേൾക്കാൻ മേല, അധികം ഒന്നും അതായത് ഇവൻ്റെ മുഖം കണ്ട നല്ല ഗ്രാഫിക്സിലൊക്കെയാണ് ഗൈസ് ഈ മോഡ് കൊടുത്തേക്കണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ മോഡ് ഇവനാണ് സ്റ്റോക്കർ എന്നാണ് തോന്നണത്. ഓക്കെ, സെറ്റ് മോഡായിരുന്നു, നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നോക്കറെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിത, ഞാൻ ഫസ്റ്റ് ഓർത്ത് വീട് പണിത് കഴിഞ്ഞാൽ വരണമെന്നാണ് ഓർത്തത്. പക്ഷേ ഇവൻ വീട് പണിത് അതായത് വീട് പണിയാതെ തന്നെ വന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് എഡിറ്റ് ചെയ്ത് തീർക്കണം, നാളെ ഞാൻ വീഡിയോ ഇടുകയുള്ളൂ. ഓക്കെ, നാളെ രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക ഗൈസ്, മോഡ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ എൻ്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ വലിയ ഫാനാണെന്ന്. സന്തോഷമാണ് എനിക്ക്. ഓക്കെ, സന്തോഷം. നമ്മളെ ഇനി സപ്പോർട്ട് ചെയ്ത് കൂടാൻ നിൽക്കുക ഗൈസ്, എന്നാലും നമുക്ക് വീഡിയോസൊക്കെ ഇനി ഇടാൻ പറ്റുള്ളൂ, ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.